കേരളത്തിലെ എല്ലാ ജനങ്ങളും നെഞ്ചിലേറ്റിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ്. ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കൂടി പങ്കെടുക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ചാണ്ടി ഉമ്മന്റെ വീട്ടിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യയെ കാണാനെത്തിയ വി.ഡി. സതീശൻ അവിടെ വെച്ച് തന്നെയാണ് മാധ്യമങ്ങളോട് ഈ ഒരു വാർത്ത അറിയിച്ചത്. കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിക്കുന്ന എല്ലാ കക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രിമാരും ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ട്രിവാൻഡ്രത്ത് വെച്ച് പങ്കെടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും തിങ്കളാഴ്ച ഈ ഒരു സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് AICC ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സി ജോസഫ് വിജയ് കൂടി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളൊരു വാർത്തയാണ് വി.ഡി. സതീശൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ സി ജോസഫ് വിജയ്ക്ക് ഈ പറയുന്ന മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് 5 സീറ്റുകളാണ് കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം അവിടെ CM ആവുകയും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലൊരു ചടങ്ങിന് വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സി ജോസഫ് വിജയ് ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു കാര്യമാണ് സി ജോസഫ് വിജയ്, നമ്മുടെ ഇളയദളപതി വിജയ് അവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആ ഒരു മുഹൂർത്തം. അതായത് ഒത്തിരി ജനങ്ങൾ ആർപ്പുവിളിയോടുകൂടിയാണ് വിജയെ സ്വീകരിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കാണാനായിട്ട് പോകുമ്പോൾ സി ജോസഫ് വിജയുടെ മുമ്പിൽ വെച്ചിട്ട് അത്തരത്തിൽ വി.ഡി. സതീശനെ അഭിവാദ്യം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ഓരോരോ ജനങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തു, ഒത്തിരി സമരം ചെയ്തു, ഒത്തിരി ഇമെയിൽ അയച്ചു. അങ്ങനെയൊക്കെയാണ് വി.ഡി. സതീശനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്തൊക്കെയാണെങ്കിൽ കേരള ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ച AICCക്കും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെയോടുമുള്ള ആ ഒരു നന്ദി വീണ്ടും അറിയിക്കുകയാണ്. ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രത്ത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം കുറച്ച് മന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയുള്ള കക്ഷി നേതാക്കൾ മന്ത്രിയാവുന്നവരെയൊക്കെ അധികം വൈകാതെ തന്നെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കും PK കുഞ്ഞാലിക്കുട്ടി അത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ഈ പറയുന്ന മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത്. ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ആയിരിക്കും, ഏതൊക്കെ മന്ത്രിസ്ഥാനങ്ങളായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആരൊക്കെയാണ് ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ കാണാനായിട്ട് പോകുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്